ഹലോ ഗൈസ്, അപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ധനുഷ്കോടിയിലേക്ക് എന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരും. അപ്പം ധനുഷ്കോടി എത്തിയിട്ട് അടുത്ത കാഴ്ചകളാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഹലോ ഗൈസ്, ധനുഷ്കോടി പോകുന്ന വഴിക്ക് ഒരിടത്ത് ഇറങ്ങിയുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സമയം വന്നിട്ട് 5:15 ബാക്കിയെല്ലാം പോകുന്ന വഴി. ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും നേരെ പോകണം. സ്ഥലം നോക്കിയേ, ഇവിടെ ഒരു കടയുണ്ട്. ചായ കുടിച്ചിട്ട് എന്തായാലും നേരെ അങ്ങോട്ട്. ഹലോ ഗൈസ്, ധനുഷ്കോടിയിൽ ഇനി ഒരു 68 കിലോമീറ്റർ ഉണ്ട്. സമയം വന്നിട്ട് 9:50. എന്തായാലും നമ്മൾ 12 മണിയൊക്കെ ആകുമ്പോഴേ എന്തായാലും എത്തത്തുള്ളൂ. ഇതാണ് ധനുഷ്കോടി പോകുന്ന റൂട്ട്. ചെറിയൊരു മഴക്കോളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലോറിയിൽ എന്തോ കൊണ്ടുപോകണം, പൈപ്പാണ്. ലോറിയിൽ കൊണ്ടുവന്ന പൈപ്പ് വാങ്ങി. ഈ റോഡിൽ ഇത്തിരി തിരക്കുണ്ട്. ഇന്നലെ പോയ റോഡാണ് കാണാം. ഇതാണ് ആ റോഡ്. നമ്മൾ ഫൈനലി ധനുഷ്കോടി എത്താറായിട്ടുണ്ട്. അപ്പുറത്തേം കടല്, ഇപ്പുറത്തേം കടല്. ഈ കടലിന്റെ സെൻട്രലിലെ റോഡ്, ഇതിന്റെ തൊട്ടപ്പുറത്ത് റെയിൽവേ പാളം. നോക്ക്, ഈ സൈഡ് മാത്രമേ പക്ഷേ കടൽ ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ മാപ്പിൽ നോക്കുമ്പോൾ അറിയാം. കാണാൻ പറ്റുന്നില്ലേ? ഇരുട്ടാണ്. ആണ്, നോക്ക്. ഇനി ഫുള്ള് റോഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പുറത്തെ കടല്. അങ്ങറ്റത്ത് പാലം കാണാം, കണ്ട? ആ, കടൽ ഇപ്പൊ ഇപ്പുറത്തെ സൈഡ് ഇപ്പൊ കടലാണ്. ഗൈസ് നോക്കൂ, ഗൈസ് കാണാൻ പറ്റുന്നുണ്ടോ? പാളത്തിന്റെ അപ്പുറത്ത് നോക്കൂ കടല്. എന്തായാലും വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുക്കട്ട്, നമുക്കത് കാണാം. നോക്ക്, ആ കടലിന്റെ സെന്ററിൽ കൂടെ റെയിൽവേ പാളം. നമ്മള് കടലിന്റെ മുകളിൽ പാലം റോഡ്, അപ്പുറത്തെ കടല്, അപ്പുറത്തെ കടല്. ബ്യൂട്ടിഫുൾ ഗൈസ്. നോക്ക് ഗൈസ്, ഇവിടെ വലിയ ആഴമൊന്നുമില്ല കേട്ടോ. നോക്ക്, 2 റെയിൽവേ പാളം. അതിപ്പുറത്ത് ഫുള്ള് പോയെന്ന് തോന്നുന്നു, തരും പഠിച്ച്. അപ്പുറത്ത് വേണം തോന്നുന്നു ട്രെയിൻ പോകുന്നത്. ഗൈസ്, നമുക്കിനി ഇപ്പുറത്തെ സൈഡിലെ കടല് നോക്കാം ഗൈസ്. ഹലോ ഗൈസ്, ഫുള്ള് വെള്ളങ്ങളാണ്. പാലം കിടന്ന് വിറക്കണ ലോറി വന്നപ്പോ. ഈ സൈഡിൽ ഫുള്ള് ഇതാണ് KGF-ന്റെ ലോകം. ഫുള്ള് ബോട്ട്, വള്ളങ്ങള് ഒക്കെയാണ്. ഇതാ വരുന്ന പോകുന്നത്. ഇവിടെ റോക്കി ബൈഡ് എന്ന നഗരമാണ് ഇവിടെ. നോക്കൂ ഗൈസ്, വെയിലുണ്ട്, പക്ഷെ കാറ്റടിക്കുന്നതുകൊണ്ട് വലുതായിട്ട് അറിയുന്നില്ല. എന്താ ഭംഗി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ധനുഷ്കോടി എത്താറായി. ഇനി ഒരു 16 കിലോമീറ്റർ കൂടെ ഉള്ളു. പാമ്പം പാലം കഴിഞ്ഞ് രാമേശ്വരത്ത് ക്ഷേത്രത്തിൽ ഇറങ്ങിയില്ല, നേരെ ധനുഷ്കോടി ഒരു 16 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ധനുഷ്കോടിയിലോട്ടൊക്കെ വരുന്നവർ ശ്രദ്ധയ്ക്ക് കയ്യിൽ പൈസ എന്തായാലും വെച്ചിരിക്കണം. അവിടെ ചിലപ്പം പൈസ വയ്ക്കാൻ വേണ്ടി ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ആ പാമ്പം പാലം എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു 100 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ ധനുഷ്കോടി വരണ വഴിക്ക് ഒരു 20 രൂപ കൊടുക്കേണ്ടി വരും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറയും ഇനി ആരൊക്കെ എന്തൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന്.
ഹലോ ഗൈസ്, ഇതാണ് ധനുഷ്കോടി റൂട്ട്. നല്ല ഭംഗിയുണ്ട്. ഇനിയാണ് കാണേണ്ട കാഴ്ചകൾ. ഹലോ ഗൈസ്, നമ്മൾ ധനുഷ്കോടി എത്തുന്നതിനായിട്ട് മുന്നായിട്ട് ഒരു ടെമ്പിളുണ്ട് ലെഫ്റ്റ് സൈഡിലെ റോഡിലോട്ട്. ടെമ്പിളിലോട്ട് കയറുന്ന വഴി ഒന്ന് നോക്കി, അപ്പുറം ഇപ്പുറവും കടൽ വന്നിട്ട് നടുക്കൂടെ റോഡ്. എന്താ ഭംഗിയെന്ന് നോക്കി. ടെമ്പിൾ കുറച്ചുകൂടെ അങ്ങ് പോകേണ്ടി വരും. ഞാൻ ടെമ്പിളിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇത് കണ്ടപ്പോൾ ഒന്ന് നടത്തിയ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു രക്ഷയില്ല. എന്തായാലും ഞാൻ ഇവിടെ എല്ലായിടത്തും വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുണ്ട്. ആ റോഡാണ്, സ്ട്രൈറ്റ് ആണ് നമുക്ക് ധനുഷ്കോടി പോകേണ്ടത്. അവിടുന്ന് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആ കാണുന്നതാണ് ടെമ്പിള്. പിന്നെ എന്തായാലും ഇനി അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡുണ്ട്. ഇതാണ് അമ്പലം. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ വരുന്ന വഴിക്ക് ഈ അമ്പലത്തിൻ്റെ മുകളിൽ വരെ റോഡുള്ളൂ. ഇവിടെ വരുമ്പോൾ റോഡ് തീരും. വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമൊന്നുമില്ല. വണ്ടി കൊണ്ടുവന്ന പെടും. പിന്നെ ഇവിടെയൊക്കെ ഒതുക്കെ മണ്ണാണ്. 4x4 ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. സാധാ വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എടുക്കേണ്ട പൊതുവെ. എന്നാലും വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. റോഡ് ഇതുവരെ ഉള്ളു. പിന്നെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ആലുണ്ട്. അവിടെ കുറച്ച് കച്ചവടക്കാരുണ്ട് ഇവിടെ ആയിട്ട്. പിന്നെ ഇതുവഴിയാണ് അമ്പലത്തിനകത്തേക്ക് കയറുന്നത്. ഇതിനകം പക്ഷേ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആ വീഡിയോ പർപ്പസ് അലോഡ് ആയിരിക്കത്തില്ല. അവനെ പുറത്തുനിന്ന് കാണിക്കുന്നത്. നമുക്ക് പുറത്തുള്ള ഇത് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്കിംഗ് സ്ഥലം. ആ പടം കുറച്ച് സ്റ്റേജേ ഉള്ളൂ. വണ്ടി കൊണ്ടൊക്കെ വന്നാൽ തെണ്ടിപ്പോവും. വണ്ടി കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, തിരിച്ചിറക്കാൻ നല്ല പാടായിരിക്കും. അവിടെ നിന്നും കൂടെ വണ്ടി വരുന്നതുകൊണ്ട് നല്ല പാടായിരിക്കും. ആ പടം ഇത്രയും സ്ഥലമുള്ളൂ. അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത്. வயசு சொல்லுங்க. 44 வயசு இந்த அம்மாவுக்கு. என்ன இந்த அம்மாவுக்கு சீட்டு இல்லையா? நல்லது நடக்குமா? நல்லது வருதா? ஏடே ஏடே அங்குவா. ஏடே ஏடே இந்த அம்மாவுக்கு ஜோசிட்டு சொல்லு. அதான் அடிச்சியா? இந்த உள்ள போ. அந்த வீடியோ பார்த்துக்கிட்டியா? இந்த பையனை பார்த்துக்கா. நல்ல ஒரு சீட்டாடு. இந்த பையனுக்கு யோகம் இருக்குதா? அதிசயம் இருக்குதா? இந்த பையன் நல்லா இருப்பானா? நல்லது நடக்குமா? எடு 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 கோவப்படாத. எடு 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 கணேசா. நல்ல யோகம் இருக்குதா? நினைச்ச காரியங்கள் நடக்குமா? நல்ல பையனா இவன்? கேட்டா பண்ணுவாரா? அம்மா பேச்சா கேட்பாரா? எடு உண்டா. நல்ல ஒரு சீட்டா எடுத்து கொடுக்கணும். இந்த பையனுடைய ஜாதகம் எப்படி இருக்குன்னு பார்க்கணும். அதானா உள்ளப்போ தம்பி എടുത്തുവെച്ച് തമ്പി എന്നെ വന്നിട്ട് പാപ്പമാ. എലീനെ കൊണ്ടാണ് ചീട്ടെടുത്തത്. നമ്മളോടൊക്കെ തത്തേ, ഇവിടെ എലി. എന്തായാലും എലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു 200 രൂപ ഒരാൾക്ക്. ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ധനുഷ്കോടി. നല്ല വെയിൽ. ഇത് അവിടെ ചെന്നിട്ടാണ് ഗൈസ്. ഫോട്ടോയ്ക്ക് അടിപൊളി. അപ്പുറ സൈഡ് പച്ചപ്പ്, അപ്പുറ സൈഡ്
മണ്ണായിരുന്നു, ഇപ്പൊ കല്ലായി. കല്ല് ഇതൊക്കെ ഫുള്ള് മീനുകൾ മാത്രമേ ആയിരിക്കും അല്ലേ ഹോട്ടലിൽ. മീൻ ഫ്രൈയും നല്ല മീനുകൾ കൊണ്ട് വെച്ചിരിക്കും. ഒരു 4.5 കിലോമീറ്റർ ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തും. ഏകദേശം എത്താറായി. എന്നാൽ ഇത് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ധനുഷ്കോടി എത്തി. ഫുള്ള് റോഡ് സൈഡ് ഫുള്ള് 2 സൈഡും വണ്ടികൾ പാർക്ക് ചെയ്തൊക്കെയാണ്. അങ്ങോട്ട് പോകാൻ തന്നെ പറ്റുന്നില്ല, നല്ല പോക്ക്. അയ്യോ, ഇതെവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. ഫൈനലി ധനുഷ്കോടി റീച്ച് ആയിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ കണ്ട പാലം ഇവിടെ എത്താറായി. നമ്മൾ ചെയ്ത് വണ്ടി വെയിൽ കാരണം നടക്കാൻ പോലും വയ്യ. കാലൊക്കെ നല്ല ചൂട്, മണലൊക്കെ ചുറ്റി പഴുക്കണം. നല്ല കാറ്റുണ്ട്. നമുക്ക് അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഫൈനലി ഞാൻ വീഡിയോയിലും കണ്ട, ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലെല്ലാം കണ്ട ആ റോഡ്, ലാസ്റ്റ് എൻഡ് റോഡ്, അതാണ് ഈ കാണുന്നത്. ധനുഷ്കോടി എൻഡ്. ഇവിടെ കുറെ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ബൈനോക്ലിയർ വെച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ പോയിന്റ് ആണോ? വ്യൂ പോയിന്റ്. ദാറ്റ്സ് നൈസ്. നേരത്തെ അങ്ങറ്റത്ത് ഞാൻ കാണിച്ച അവിടെ ഞാൻ പോവുകയാണ്. അവിടെ എന്താണ് എന്നറിയാൻ എനിക്കൊരു ആകാംക്ഷ. അപ്പം ഞാൻ അവിടെ പോയി നോക്കാൻ പോകണം അവിടെ എന്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ലെന്നോ. അവിടെ എല്ലാവരും കുളിക്കലാണെന്നാണ് തോന്നുന്നത്. അവരെന്തൊക്കെയോ പറയുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു. ഇവിടെ ഫോട്ടോ എടുത്തതിൻ്റെ കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ നോക്കുമ്പോൾ ഞാൻ വെച്ച് വേറെ എന്തോ ആണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ഫോട്ടോ എടുത്തത് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നുമില്ല ഗൈസ്. ഇതുവരെ ഉള്ളു. ലാസ്റ്റ് ഒരു റെഡ് കൊടി ഒത്തി നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഏകദേശം തോന്നുന്നുണ്ട്, ആ സൈഡ് അപ്പുറത്തായിട്ടാണ് ശ്രീലങ്ക വരുന്നത്. ഇതുവരെ ഉള്ളു ഗൈസ്. ആണ്ട് ആ കല്ല് കണ്ടാ ഗൈസ്, ആ ചേട്ടൻ്റെ ഇരിക്കുന്ന കല്ല് കണ്ടോ? അതാണ് രാമൻ പാലം കെട്ടിയ കല്ല് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പീസ് മാത്രമാണ്. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നാണ് പറയുന്നത് ആ ഒരു കല്ല്.